മലയാള സിനിമയിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിലൊന്നായി ദൃശ്യം 3 മാറുന്നു. മോഹൻലാലിന്റെ വിസ്മയിപ്പിക്കുന്ന അഭിനയ മുഹൂർത്തങ്ങൾ കോർത്തിണക്കിയ ഇമോഷണൽ ത്രില്ലറായാണ് ജിത്തു ദൃശ്യം 3 അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 2013 മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ത്രില്ലറുകളിലൊന്നായ ദൃശ്യം പുറത്തിറങ്ങിയത്. ഒരു രക്ഷയുമില്ല. 2026 ലാലേട്ടൻ തൂക്കി. ദൃശ്യം 1ഉം 2ഉം ഭാഗങ്ങൾക്ക് പിന്നാലെ 3ആം ഭാഗവും മെഗാ ഹിറ്റിലേക്ക് കുതിക്കുകയാണ്. മാത്രമല്ല ബുക്ക് മൈ ഷോയിൽ കോളിളക്കം സൃഷ്ടിക്കുകയാണ്. 3 മില്യൺ ടിക്കറ്റ് വിൽപ്പന നടത്തി ഞെട്ടിച്ചിരിക്കുന്നു. വിദേശത്ത് 10 മില്യൺ കടന്ന ആദ്യ ദക്ഷിണേന്ത്യൻ ചിത്രം കൂടിയായി ദൃശ്യം മാറിക്കഴിഞ്ഞു. അങ്ങനെ ചിത്രം പറക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരേയൊരു മോഹൻലാൽ വിജയം തന്നെ. അതെ, 4ാം ക്ലാസ്സുകാരനാണെങ്കിലും ജോർജ് കുട്ടിയെ അങ്ങനെ ചെറുതായി കാണണ്ട. ഒരിഞ്ച് പിന്നോട്ടില്ല. ആഗോളതലത്തിൽ ജോർജ് കുട്ടിയുടെ തരംഗവും പ്ലാനിങ്ങും കൃത്യമായി വർക്കൗട്ടായി. മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാൽ നായകനായി എത്തിയ ദൃശ്യം ആഗോളതല ബോക്സ് ഓഫീസ് യാത്ര ശക്തമായ വിജയയാത്രയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ഈ ചിത്രം ഏറെ പ്രതീക്ഷയോടെയാണ് ആരാധകർ സ്വീകരിച്ചത്. തിയേറ്ററുകളിൽ ചിത്രം എത്തിയ ദിവസം മുതൽ ഇങ്ങോട്ടേക്ക് അത്രത്തോളം ഗംഭീര പ്രകടനമാണ് ഓരോ നിമിഷവും സിനിമ കാഴ്ചവെക്കുന്നത്. ഈ ത്രില്ലർ ചിത്രം വിദേശ വിപണികളിൽ പോലും വലിയ കോളിളക്കം സൃഷ്ടിച്ചു. $10 മില്യൺ കടന്ന ആദ്യ ദക്ഷിണേന്ത്യ ചിത്രമായി മാറിയിരിക്കുകയാണ് മോഹൻലാലിന്റെ ദൃശ്യം 3. ഇതിലൂടെ ചരിത്രം തന്നെയാണ് ഈ സിനിമ സൃഷ്ടിച്ചത്. ദൃശ്യം ഫ്രാഞ്ചൈസിയുടെ 3ആം ഭാഗം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തപ്പോൾ സമ്മിശ്ര പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നിട്ട് പോലും ലോകമെമ്പാടും വലിയ ചലനമാണ് ഈ സിനിമ സൃഷ്ടിച്ചത്. ഗൾഫ് മേഖലകളിലും വടക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, യൂറോപ്പ് എന്നിവയുൾപ്പെടെ പ്രധാന അന്താരാഷ്ട്ര മേഖലകളിലും വലിയ സ്വീകരണമാണ് ചിത്രത്തിന് ലഭിച്ചത്. ആദ്യ ദിനം മുതൽ ആദ്യ വാരം പിന്നിടുമ്പോഴും ചിത്രത്തിന്റെ വിദേശ പ്രകടനം മികച്ചതാണ്. അന്താരാഷ്ട്ര വിപണികളിലെ നിരവധി തിയേറ്ററുകളും ഹൗസ്ഫുൾ ആയിട്ട് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. മോഹൻലാൽ എന്ന നടന്റെ ജനപ്രീതിയും ചിത്രത്തിന്റെ പ്രകടന മികച്ചതാക്കാൻ പ്രധാന പങ്കുവഹിച്ചുവെന്നാണ് ആരാധകർ പറയുന്നത്. 21 പ്രദർശനത്തിനെത്തിയ ഈ ചിത്രം വൻ ഹിറ്റിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. 8ാം ദിനത്തിലും ആഗോള ബോക്സ് ഓഫീസിൽ 200 കോടിയിലധികമാണ് ചിത്രം നേടിയത്. എമ്പുരാൻ, തുടരും എന്നീ ചിത്രങ്ങളും മോഹൻലാൽ നായകനായി 200 കോടി ക്ലബിൽ കയറിയവയാണ്. വിദേശത്ത് നിന്ന് മാത്രം 103 കോടിയും ദൃശ്യം 3 നേടിയെന്നാണ് റിപ്പോർട്ട്. ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയിൽ വമ്പൻ പ്രകടനമാണ് ചിത്രം നടത്തുന്നത്. ചിത്രം റിലീസായി 2ാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ബുക്ക് മൈ ഷോയിൽ നിന്ന് ദശലക്ഷം ടിക്കറ്റ് വിൽപ്പന നടത്തി ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ എലൈറ്റ് ക്ലബിൽ പ്രവേശിക്കുന്ന 7ാമത്തെ മലയാള ചിത്രമായി ദൃശ്യം 3 മാറി. ഇതേ കാലയളവിൽ പുറത്തിറങ്ങിയ മറ്റ് ബ്ലോക്ക് ബസ്റ്ററുകളുമായി താരതമ്യം ചെയ്യുമ്പോഴാണിത്. ദൃശ്യം 3യുടെ പ്രകടനത്തെ കൂടുതൽ ആകർഷകമാക്കുന്നത് അതിന്റെ വേഗത തന്നെയാണ്. വെറും 10 ദിവസത്തിനുള്ളിൽ 3 ദശലക്ഷം ടിക്കറ്റുകൾ വിറ്റ് വാഴ 2 അടുത്തിടെ വലിയ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. എന്നാൽ മലയാളി പ്രേക്ഷകർ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കുതിപ്പാണ് ദൃശ്യം 3 ബുക്ക് മൈ ഷോയിലും നടത്തുന്നത്. ആദ്യ ദിവസം തന്നെ ബുക്ക് മൈ ഷോയിൽ 587K ടിക്കറ്റുകളാണ് വിറ്റത്. ഇത് തുടരും, എമ്പുരാൻ എന്നീ ചിത്രങ്ങൾക്കുണ്ടായിരുന്ന മുൻ ആദ്യദിന റെക്കോർഡ് തന്നെയാണ്. അതായത് ലാലേട്ടന്റെ റെക്കോർഡുകൾ തന്നെ തകർത്ത് മുന്നേറുകയാണ്. ഇത് ദൃശ്യം 3യുടെ വിജയം തന്നെ. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.